ഇന്ന് നടന്ന 9ാം ക്ലാസ്സിലെ JRC B ലെവൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, 1920 ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 15. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മഹാനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളടങ്ങിയ ബോഡിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണ ചുമതല നിർവഹിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 12 അംഗങ്ങൾ. നാലാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ മെയ് 8. അഞ്ചാമത്തെ ചോദ്യം, ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി ജില്ലാ കളക്ടർ. ആറാമത്തെ ചോദ്യം, സംസ്ഥാന റെഡ് ക്രോസ് പ്രസിഡന്റ്? ഓപ്ഷൻ എ ഗവർണർ ആണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, വൈസ് പാട്രൺ മെമ്പർഷിപ്പ് ലഭിക്കാൻ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ഓപ്ഷൻ സി 10,000 ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂനൻ്റ്. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡൈനാമിക് രാജാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആൽഫ്രഡ് നോബൽ. 12ാമത്തെ ചോദ്യം, ജീവിത സായാഹ്നത്തിൽ ജീൻ ഹെൻറി ഡ്യൂനൻ്റ് സ്വിറ്റ്സർലൻഡിലെ ഏത് ഗ്രാമത്തിലാണ് അജ്ഞാതവാസം നയിച്ചത്? ഓപ്ഷൻ ബി ഹെയ്ഡൻ ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ജീൻ ഹെൻറി ഡ്യൂനൻ്റ് അന്തരിച്ച ദിവസം ഏതാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 30. 14ാമത്തെ ചോദ്യം, ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ എ ബോബർ യുദ്ധം. 15ാമത്തെ ചോദ്യം, ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത്? ഓപ്ഷൻ ഡി സ്ട്രക്ചർ വാഹകൻ ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, റെഡ് ക്രോസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ ഡി 5 അംഗങ്ങളെ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 1984 വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഭോപ്പാൽ. 18ാമത്തെ ചോദ്യം, ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? ഓപ്ഷൻ ഡി 37. 19ാമത്തെ ചോദ്യം, ലോക ക്യാൻസർ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 4. 20ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളതിൽ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ ഡി പ്രമേഹം. 21ാമത്തെ ചോദ്യം, സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്രയാണ്? ഓപ്ഷൻ എ 25 കിലോമീറ്റർ. 22ാമത്തെ ചോദ്യം, പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഏതാണ്? ഓപ്ഷൻ എ ടോപ്പ്. 23ാമത്തെ ചോദ്യം, മനുഷ്യഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടാകും? ഓപ്ഷൻ എ 4. 24ാമത്തെ ചോദ്യം, മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തം കൊണ്ടോ കുത്തിയുണ്ടാകുന്ന മുറിവിന് പറയുന്ന പേര്? ഓപ്ഷൻ ബി ഫങ്ക്ചേർഡ് വൂണ്ട്. 25ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ എത്ര വാരിയെല്ലുകളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 12 ജോഡി. അപ്പോൾ ഈ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എക്സാം വളരെയധികം എളുപ്പമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.